ഞാനിപ്പോൾ അങ്കമാലിയിലാട്ടോ. അപ്പോൾ ഇന്ന് അങ്കമാലി വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യാത്ര വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ യാത്ര ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ശബരിമല റെയിൽപാതയിലേക്കാട്ടോ. മെയിനായിട്ട് നമ്മുടെ അങ്കമാലി കാലടി തുടങ്ങി കാലടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. കാലടിയിൽ തന്നെ ഇത് അങ്കമാലി ഫോർ കാലടിയാണ്. നമ്മൾ പോകുന്നത് കാലടി റെയിൽവേ സ്റ്റേഷനിലാണ്. ശബരിമല പാത പോകുന്നത് ആ വഴിയിലൂടെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോസലൊക്കെയായിട്ട് എന്തോ പകുതിയിലൊക്കെ വെച്ച് വർക്ക് നിന്ന് പോയൊരു ലൈനാണ്. അപ്പോൾ നമ്മൾ ആ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ എന്താ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പകർത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ ഞാൻ അങ്കമാലി കാലടി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മറ്റൂർ എന്ന സ്ഥലത്താട്ടോ, കാലടിയിൽ മറ്റൂർ എന്ന സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ആ ഒരു കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അവിടെ പോയിട്ട് എന്താ അവസ്ഥ, സ്റ്റേഷൻ്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഞാനിപ്പോൾ അങ്കമാലി ഫോർ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൻ്റെ അവിടെയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രൻസിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കവല പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടുന്നതാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കാലടി സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു 6.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് എങ്ങനെയാണ് കിട്ടണമെന്നൊക്കെ നോക്കാം കേട്ടോ. ബസ് ജംഗ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞത് അവർ. ഇവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ജംഗ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞത്. ഇതാട്ടോ നമ്മുടെ സ്റ്റേഷൻ്റെ പേ ആൻഡ് പാർക്കൊക്കെ വരുന്നത്. എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എനിക്ക് ആയത് 15 രൂപ കേട്ടോ. നമ്മുടെ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് എനിക്ക് 15 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോൾ അവിടെ എത്തുന്നത് ഞാൻ പറയാം കേട്ടോ. എത്ര നേരം എടുക്കും യാത്ര ചെയ്തെത്താന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ ബസ്സിലിരിക്കുന്നുണ്ട്. ഒരു തിങ്കളാഴ്ച ആണെങ്കിൽ ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിലൊക്കെ നല്ലൊരു റഷ് ഉണ്ടായിരുന്നു നമുക്ക് കയറാനായിട്ട്. നല്ല തിരക്കായിരുന്നു ബസ് സ്റ്റാൻഡിലൊക്കെ. അപ്പോൾ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്കമാലി സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാം കേട്ടോ. അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ കാലടി റൂട്ടിലാണ് നമ്മുടെ സ്റ്റേഷനുള്ളത്. ഇത് സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലാണ്. സെൻറ്റ് ജോർജ് ബ്ലോക്ക് നോർമൽ ഷവർ ഹോസ്പിറ്റലാട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ മറ്റൊരു സെൻറ്ററിലൊന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ബസ്സിലിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ റൈറ്റ് സൈഡ് പിടിച്ച് നടന്നാലാണ് സ്റ്റേഷൻ്റെ വഴി എന്നാട്ടോ പറഞ്ഞത്. ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കട്ടെ എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇതാണ് നമ്മുടെ മറ്റൊരു സെൻറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവിടെ എന്തെങ്കിലും ഹോട്ടലുണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്ത് വന്നിട്ടാകുമ്പോൾ കഴിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സീബ്ര യൂസ് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. നമ്മൾ ബസ് ഇറങ്ങിയ സെൻറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് എടുത്ത് പോകാം കേട്ടോ. അപ്പോൾ ഈ വഴി പോകണ നേരെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് തിരിയാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോകാം കേട്ടോ. നടക്കാണ്ടെന്ന് പറഞ്ഞു കുറച്ച്. പലവരും ഇവിടെ പല വഴിയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ഒരു പച്ചക്കറി കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് വെച്ചപ്പോഴാണ് ആൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നെ കേട്ടോ. അകത്തോട്ട് നമ്മൾ കുറച്ച് ദൂരെ നടക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യമായിട്ടിപ്പോൾ മുമ്പിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴി തന്നെയാണ് ഞാൻ പോകണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കൺഫ്യൂഷൻസ് ഇല്ല തോന്നുന്നു. എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഡൈവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് പോണത്. ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് അറിയില്ല. അതൊരു ഇൻടേക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ കുറച്ചൊരു അബാൻഡൻ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ പോകണമെന്നാണ് എനിക്കറിയാത്ത കേട്ടോ. എന്തായാലും നോക്കട്ടെ. ഞാൻ നടന്നു വന്ന സ്ഥലത്തു നിന്ന് ഒരു ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെട്ടു. ആളൊരു ലിഫ്റ്റ് തന്നു കേട്ടോ. നമ്മൾ നടന്ന വഴിയിൽ നിന്ന് ഡൈവേഷനൊന്നും ഇല്ല കേട്ടോ. അവിടെ നിന്ന് സ്ട്രെയിറ്റ് തന്നെ നമ്മുടെ MC റോഡ് ഇറങ്ങിയിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ തൊട്ടടുത്ത് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് ഫസ്റ്റ് ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് നടക്കണം കേട്ടോ. 1.5 കിലോമീറ്റർ അകത്തേക്ക് നടന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് കാണുന്ന ആ ഒരു സ്റ്റേഷനെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകണം കേട്ടോ. നമ്മുടെ അങ്കമാലി അല്ല, കാലടി റെയിൽവേ സ്റ്റേഷൻ. അങ്കമാലി ഫോർ കാലടി അല്ല കേട്ടോ. നമ്മുടെ ശബരിമല എരുമേലി പാതയിലെ 2ാമത്തെ ഓൾട്ടായ കാലടി സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് ചെന്ന് കയറാം. ഞാൻ വന്ന റോഡാട്ടോ ഗൈസ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ വന്ന് നേരെ വരണ സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു ജംഗ്ഷൻ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ജംഗ്ഷനിൽ നമുക്ക് ഈ സ്റ്റേഷൻ ഇങ്ങനെ സ്പ്ലിറ്റായി കാണാം കേട്ടോ. അപ്പോൾ ഒരു ബിൽഡിംഗ് ഇവിടെ കെട്ടിയിട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ സർവേ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബിൽഡിംഗ് പോലെ ആക്കിയിട്ടാണ് പോയേക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇതൊരു അബാൻഡൻ സ്റ്റേഷനാണ് ഇപ്പോഴത്തേക്ക് കേട്ടോ. എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞ് ശബരിമല സർവീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ ഒരു സ്റ്റേഷനാവും കേട്ടോ ആ ടൈമിലൊക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. കുറച്ചൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറേണ്ട ഒരു വഴി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റേഷൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ആരും ഇല്ല ഇവിടെ ഒന്നും. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കൊച്ചിൻ ഓൾഡ് ഹാർബർ ടെർമിനലില്ലേ, അവിടെയൊക്കെ പിന്നെയും വണ്ടികളെങ്കിലും വന്ന് കിടക്കും കേട്ടോ. നമ്മുടെ ഇടയ്ക്കൊക്കെ വണ്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലും ഇല്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു സർവേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കമൻറ്റ്സ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ
കാലടി റെയിൽപാത. അവിടെ നമുക്ക് ബോർഡ് കാണാം കാലടി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് കാണാൻ പറ്റും ഗൈസ്. ഇവിടെ ഡബിൾ ട്രാക്കിൻ്റെ സെറ്റപ്പൊക്കെ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് നീങ്ങിയിട്ടാണ് അവിടെ നിന്നൊരു സിംഗിൾ ലൈനായിട്ട് പോകുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഫുള്ള് നടന്ന് തന്നെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കാലടി സ്റ്റേഷൻ വരുന്നത്. 15-20 വർഷമായിട്ട് ഇവിടെ സ്റ്റേഷൻ പണിഞ്ഞിട്ടിട്ട് ഇതുവരെ ഇവിടെ ട്രെയിൻ സർവീസ് ഒന്നും ഓടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓടി തുടങ്ങുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ലല്ലോ. അതേ നിങ്ങൾക്ക് തന്നെ കാണാം കേട്ടോ. നമ്മുടെ ശബരി റെയിൽപാതയാണ്. അങ്കമാലി കാലടിയിൽ നിന്ന് തുടങ്ങി എരുമേലി വരെ പോകുന്നത് കേട്ടോ. ഇടയിൽ നമുക്കൊരു 14 ഹോൾട്ട് വരുന്നുണ്ട്. അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു റെയിൽപാതയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കമൻസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് അടുത്ത് തന്നെ നമുക്ക് നല്ലോണം ഫ്ലൈറ്റിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഞാൻ ഈ സമയത്ത് വന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ ഈ സമയത്തായിട്ട് ഞാൻ വന്നത്. മുന്നോട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ കാണാം കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനുള്ള രീതിക്കൊക്കെ ഇവിടെ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ബിൽഡിംഗ് ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയും സീറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൈസ്, ഇവിടെയൊക്കെ ഒരു ട്രെയിൻ വന്ന് കുറച്ചുകൂടെ സ്റ്റേഷനൊക്കെ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ചെറിയ സ്റ്റേഷൻ എന്തായാലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവർ കെട്ടിയിട്ടത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാലടി ബോർഡ് കാണാം സ്റ്റേഷൻ്റെ തന്നെ. അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമ്മുടെ ആ ലൈൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കാലടി അങ്കമാലി ഫോർ കാലടി സ്റ്റേഷൻ്റെ ഒക്കെ ഒരു ഭാഗം കാണാൻ പറ്റും തോന്നുന്നു കേട്ടോ. നിങ്ങൾക്കിത് അവിടെ കാണാൻ കഴിയും. ഇപ്പോഴും എന്ത് ഇവിടെ റെയിൽവേ ട്രാക്ക് പോകണ കണ്ടില്ലേ. റെയിൽ ശരിക്കും നമുക്കവിടെ ഒരു ഭാഗം കാണാണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാലടിയുടെ ബോർഡ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ബോർഡ് വരുന്നത് സ്റ്റേഷൻ്റെ കാലടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് പോവാം കേട്ടോ. അപ്പോൾ ഇവിടം വരെ ഉള്ളു തോന്നുന്നു പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തോട് പോലെ പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ഒക്കെയാണ് ശരിക്കും ഡബിൾ ലൈൻ പ്രപ്പോസലായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം സിംഗിൾ ലൈൻ്റെ അല്ലാണ്ട് ഡബിൾ ലൈൻ്റെ സ്പേസ് ഇവിടെ കിടക്കണ കാണാം. അപ്പോൾ അങ്ങനെ നല്ലോണം ഒരു രീതിക്ക് കെട്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഒരു ശബരി റെയിൽവേ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കത് കാണാൻ പറ്റും. നമ്മളപ്പോൾ അത് അങ്ങനെ ട്രാക്കിൻ്റെ മേലെ കയറിയിരിക്കുക കേട്ടോ. ശരിക്കും പറയുമ്പോൾ ഈ വഴിക്കാട്ടോ നമ്മുടെ ശബരിമല പ്രപ്പോസൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ പോകുന്നതും വരുന്നതൊക്കെ ഇതിൽ കൂടെ തന്നെയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ചെങ്ങന്നൂരും ആ ഒരു ലൈനിൻ്റെ ഒരു തിരക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ ട്രെയിൻ തന്നെ കിട്ടും. അതിൻ്റെ അടുത്ത് തന്നെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഇത് മൊത്തം ഇവർ സർവേ എടുത്ത് പോയത് തന്നെയാണ്. കാരണം നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ തന്നെ നമുക്ക് ട്രെയിൽ പോകാനായിട്ട് ഒരു ഓവർബ്രിഡ്ജ് പോലെയൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ അവർ രണ്ടറിൽ വരണതാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയും കയറി പോകാൻ പറ്റും കേട്ടോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക്. ഈ കാലടി എന്ന് പറഞ്ഞ ബോർഡ് ഇതൊക്കെ ആകെ ഇതായി പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയത്ത് എന്തായാലും വീണ്ടും ഈ ലൈനൊക്കെ വരണ സമയത്ത് എക്സ്റ്റൻഷനൊക്കെ ആയി ഫുൾ ഫ്ലെഡ്ജിലൊക്കെ നമുക്ക് വണ്ടി ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര അടിപൊളിയാവും കേട്ടോ. നമുക്ക് ഈ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം സ്റ്റേഷൻ്റെ. കുറച്ച് കാണാണ്ട് നമുക്ക് സ്റ്റേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകംഭാഗമൊക്കെ നോക്കാം കേട്ടോ. ആകെ മൊത്തം എല്ലാം പണിഞ്ഞിട്ടിട്ട് ഫുള്ളിങ്ങനെ ഡിസ്മാൻഡിലായി കിടക്കുകയാണ്. ഒരു അബാൻഡൻ രീതിക്ക് കിടക്കുകയാണ് കേട്ടോ. എനിക്കാണോ ഇതൊക്കെ എന്തെങ്കിലും സ്റ്റോളുകൾക്കൊക്കെ വേണ്ടി ചെയ്തതാവും കേട്ടോ. സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുള്ളി ചെടി ഇങ്ങനെ വളർന്ന് കയറിയിരിക്കുക കേട്ടോ. ഇതൊക്കെ മറ്റേ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ റൂമാവാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ. അത്രയും കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് പതുക്കെ നോക്കാം കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെ ഫുള്ള് നമ്മുടെ അങ്ങനത്തെ റൂമുകളാട്ടോ. ഇതൊക്കെ മറ്റേ വെയിറ്റിംഗ് ഹാൾ അങ്ങനത്തെ ഓരോ രീതിക്ക് കെട്ടിയിട്ടിരിക്കണതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഇതാവും വെയിറ്റിംഗ് റൂം തോന്നുന്നു കേട്ടോ. ഇതായിരിക്കും നമ്മുടെ കാലടി സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂം. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കണത്. ഫുള്ള് ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞ് ഇതൊക്കെ എന്തായാലും അവർക്ക് റെഡിയാക്കി എടുക്കാനൊന്നും അധികം ടൈമൊന്നും വരില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ലൊരു സ്റ്റേഷനാക്കി എടുക്കാതെ ഉള്ളൂ. ഇത് അത്യാവശ്യം ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചാർജിനൊക്കെ ഇടാനുള്ള പോയിൻ്റൊക്കെ ഇവിടെ ഉണ്ട്. ഫാനൊക്കെ ഇനി എല്ലാം ആയിക്കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് വരും. നമ്മൾ പുറത്തിറങ്ങി വീണ്ടും വരുമ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ആട്ടോ. അത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് 2-3 റൂമുകളുണ്ട്. ഇതൊക്കെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അതേപോലെ തന്നെ ട്രെയിൻ എന്താ പറയുക നമ്മുടെ RPFൻ്റെ ഒക്കെ ഓരോ റൂമുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തതാവും. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ കാണാം. ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ആട്ടോ. ഒറ്റൊരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ടിക്കറ്റ് കൊടുക്കാനായിട്ട്. ഒന്ന് താഴെ ഒന്ന് മേലായിട്ടാട്ടോ. പക്ഷേ ഇപ്പോൾ ഈ സിസ്റ്റമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 10-15 കൊല്ലം മുന്നേ ഒരു ആ സമയത്ത് ഇതായതുകൊണ്ട് തന്നെ ബിൽഡിങ്ങൊക്കെ അങ്ങനത്തെ ഇതിലൊക്കെ ഇട്ടിരിക്കണത് തോന്നുന്നുണ്ട് കേട്ടോ. ലൈക്ക് പഴയ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു ഇതാണ് നമുക്കിവിടെ കാണാനുള്ളത്.
അവിടെ കണക്ഷനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്തതൊക്കെ നമുക്ക് പൊളിഞ്ഞ് പോരാന്ന് തോന്നുന്നു കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ അടിച്ച് നല്ല രീതിക്ക് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റേഷൻ വരുന്നുണ്ടോ. സ്റ്റേഷൻ ആക്ച്വലി ആ എൻ്റെ വരെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ എൻ്റെ വരെ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. നമുക്കൊക്കെ അറ്റം വരെ കാണാണ്ട്. നമ്മുടെ ശബരി റെയിൽവേ ലൈൻ്റെ പദ്ധതി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്കമാലി ഫോർ കാലടിയിൽ നിന്ന് തുടങ്ങി ശരിക്കും 14 സ്റ്റേഷനുകളാട്ടോ എൻ്റെ ഇടയിൽ വരുന്നത്. അപ്പോൾ 14 സ്റ്റേഷൻ കഴിഞ്ഞാണ് നമ്മുടെ എരുമേലി സ്റ്റേഷൻ വരുന്നത്. എരുമേലിയിലാണ് ഈ പദ്ധതി ശരിക്കും ഒരു പ്ലാൻ ചെയ്തത് ഇന്ത്യനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തേക്കും നമ്മുടെ ലൈൻ എങ്ങനെയാണ് പണി കഴിഞ്ഞേക്കണമെന്ന് വെച്ചാൽ അങ്കമാലി ഫോർ കാലടിയിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് ഈ ലൈൻ കാണില്ല. ഈ ലൈൻ ശരിക്കും ഈ കാലടി സ്റ്റേഷൻ വരെ ഒരു 8 കിലോമീറ്റർ പ്രപ്പോസലാട്ടോ ശരിക്കും. അത് പ്രപ്പോസൽ ആയതിനു ശേഷം 8 കിലോമീറ്റർ വരെയാണ് ഇവർ ഫുള്ളായിട്ട് ഇവർക്ക് തീർക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ടില്ല. ഈ സ്റ്റേഷനോടെ ഇതിൻ്റെ പണി ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഒരു ലൈൻ വന്നിരിക്കുന്നത്. ഈ ലൈനിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിലോട്ട് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ ആവുകയാണെങ്കിൽ പോലും നമുക്കത് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സ്റ്റേഷൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പകുതി ആയിട്ട് ഇവർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ വരെ നമുക്ക് ഫുള്ളൊരു ട്രെയിൻ നിൽക്കാനുള്ള ഫുൾ സ്പേസ് ഇവരെ ഇവിടെ വിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഫുള്ള് കാടാണ്. നമ്മൾ സൂക്ഷിക്കണ്ടൊക്കെ പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻ കാണാം. ഈ ഒരു ഫ്രഷ് ലൈൻ കണ്ടില്ലേ, കാട് പിടിച്ചിങ്ങനെ കിടക്കുക. ഇതാണ് നമുക്ക് ശബരിമലയിലേക്ക് പ്രപ്പോസലായ ലൈൻ. ബ്രോഡ് ഗേജ് തന്നെയാണ്, നമ്മുടെ പുതിയ ടൈപ്പ് ഗേജ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇട്ടിരിക്കണത് കേട്ടോ. ആ പണ്ട് ഇട്ടുകൊണ്ട് മീറ്റർ അങ്ങനെയൊന്നും അല്ല, ബ്രോഡ് തന്നെയാണ് ഇട്ടേക്കണത്. അപ്പോൾ ബ്രോഡ് ലൈൻ തന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈനും കൂടെ വരാനുള്ള ഒരു സ്പേസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കണ്ടിന്യൂറ്റി അങ്ങോട്ടാണുള്ളത്. അവിടേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഫുള്ള് കാടാണ്. ഈ ഗ്ലാസ്സൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ കാറ്റിൽ പൊളിഞ്ഞാണോ അല്ല ഇങ്ങനെ വന്നിരിക്കണം എന്തെങ്കിലും ആൾക്കാർ ചെയ്യണതാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിങ്ങനെ കിടക്കണോണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തതുകൊണ്ട് ഒരുമാതിരി തന്നെയാണ് ഈ സ്റ്റേഷൻ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കവർക്കും അറിയണ്ടാവില്ല കാലടി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കാലടി അങ്കമാലി ഫോർ കാലടി തന്നെയല്ലേ റെയിൽവേ സ്റ്റേഷൻ കാലടിയുടെ എന്ന്. പക്ഷെ അതല്ല, ഇങ്ങനെയൊരു സ്റ്റേഷൻ കൂടി ഉണ്ട് ഇവിടെ. അത് നിങ്ങളെല്ലാവർക്കും ഒന്ന് അറിയിക്കാനും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഞാൻ നേരത്തെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്താണ്, നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാൻ പറ്റും. ഫുള്ള് ഗ്ലാസ്സൊക്കെ പൊളിച്ചിട്ടിട്ടാട്ടോ കിടക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കൈ കഴുകാനുള്ള ചെറിയ ചെറിയ ഒരു 2-3 പൈപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനുള്ള 2-3 സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ലൈനിൻ്റെ ഇത് നമ്മുടെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശരിക്കും ഫുൾ ലൈൻ പ്രപ്പോസലായെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അങ്കമാലി വരെയാണ് കേട്ടോ പണി നടന്നിട്ടുള്ളൂ. ഈ ഒരു അങ്കമാലി സ്റ്റേഷൻ വരെയാണ് പണി നടന്നിട്ടുള്ളൂ. കാലടി സ്റ്റേഷൻ വരെയാണ് പണി നടന്നിട്ടുള്ളൂ. അങ്കമാലി ഫോർ കാലടിയിൽ നിന്ന് തുടങ്ങി അടുത്തൊരു ഹോൾട്ടാട്ടോ കാലടി സ്റ്റേഷൻ. അപ്പോൾ അതുവരെയാണ് ഇവർ സർവേ എടുത്ത് സ്ഥലം എടുത്ത് പണിഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഫർദറായിട്ട് ശബരിമല ലൈൻ പണി നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ അന്ന് ഇന്ത്യയാണ് ഉണ്ടായത്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം സൈഡിലോട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴാവും നിങ്ങൾക്ക് ഇത് കാണാൻ കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. കാരണം എറണാകുളം സൈഡിലോട്ട് പോകുമ്പോൾ അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇടത് സൈഡിലോട്ടൊരു ട്രാക്ക് പോകണം കാണാം കേട്ടോ. ഇപ്പം അത് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ആ ഒരു ലൈനിൻ്റെ കണ്ടിന്യൂറ്റി ആണ് കേട്ടോ ഈ കാലടി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കിടക്കണ ഈ ലൈനും നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന ഈ ലൈൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശബരിമല പദ്ധതിയുടെ ലൈൻ. അപ്പോൾ ആ ലൈൻ ഒരു 7-8 കിലോമീറ്റർ വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ കാലടി സ്റ്റേഷൻ എന്ന് പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയണ്ടാവില്ല കാലടി സ്റ്റേഷൻ. എല്ലാവരും വിചാരിക്കുക അങ്കമാലി ഫോർ കാലടിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്കമാലി ഫോർ കാലടിയാണ്. ശബരിമല പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രോപ്പർ കാലടി സ്റ്റേഷൻ വരെ കേട്ടോ. മറ്റൂർ എന്ന സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കാലടിക്ക് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നേ മറ്റൂർ എന്ന് പറഞ്ഞ ജംഗ്ഷൻ. നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നിങ്ങൾക്ക് പുറത്തു നിന്നുള്ളൊരു വ്യൂ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ വഴിയാണ് കയറിയത്. നമ്മളത് ആ ഒരു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ആ ജംഗ്ഷനിൽ നിന്നാട്ടോ നമ്മൾ അകത്തേക്ക് കയറിയത്. ശരിക്കും അതൊരു ജംഗ്ഷനായത് തന്നെ റെയിൽവേ സ്റ്റേഷന് വലിയൊരു ഇതായിട്ട് തന്നെ അവർ പണിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ പുറത്ത് തന്നെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണ്. ഈ സൈഡിലോട്ടൊക്കെ നമുക്ക് നടക്കാണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്ത്യയിൽ നിന്ന് കണ്ടൊരു വഴി തന്നെയാണ് കേട്ടോ. ഇത് സ്റ്റേഷൻ്റെ ഇവിടം വരെ നടക്കാൻ തന്നെ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയൽ വ്യൂ ആ ഭാഗത്തുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ട് തന്നെ നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നടന്നിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചിട്ടാ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ആ നേരത്തെ ഇറങ്ങി നിന്നില്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബോർഡുള്ളതൊക്കെ ഇവിടെ തന്നെ കേട്ടോ. കാലടിയുടെ ബോർഡുള്ളത് കുറച്ചുകൂടെ ഈ ഒരു ഗ്യാപ്പിലായിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ തന്നെ കേട്ടോ കിടക്കുന്നൊരവസ്ഥ. നമ്മളിതേ നേരത്തെ ആ ഒരു കാണുന്ന ഒരു ഏരിയയിൽ നിന്നാട്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് എങ്ങനെ കാലടി സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇവിടെ കാലടി സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കാലടിയുടെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദിശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ്, നമ്മുടെ ജന്മസ്ഥലമാണ് കാലടി. അതുകൊണ്ട് തന്നെ കാലടിക്ക് ഭയങ്കര അതിൻ്റെ തനത് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കാലടി ജംഗ്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന്
കുറച്ചൊന്ന് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആദിശങ്കരാചാര്യർ ജനിച്ച സ്ഥലവും അവിടുത്തെ ആ മഠങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്നും കുറച്ച് മുമ്പിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് അവിടെ നിന്നൊക്കെ ലാൻഡിങ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ടേക്ക് ഓഫ് നമുക്ക് അത്ര കാണാൻ പറ്റില്ല, എയർപോർട്ട് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലാൻഡിങ് കാണാം. പക്ഷേ ഈ സമയത്ത് ഞാൻ വന്ന് കയറിയ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലാൻഡിങ് കിട്ടും കേട്ടോ ഫ്ലൈറ്റിൻ്റെയൊക്കെ. കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ടാണ് നമുക്ക് ഫ്ലൈറ്റൊന്നും അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയിട്ടേ ഇവിടെ ഒരു പാലുണ്ടെന്ന് കേട്ടു, ഒരു റെയിൽവേയുടെ തന്നെ ഇതിൻ്റെ ഈ ലൈനിൻ്റെ തന്നെ ഒരു പാലമാണ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യാം, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ നല്ല അടിപൊളിയാണെന്ന് കേട്ടോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ആർക്കും ഇതത്ര ഫെമിലിയർ ആവില്ലെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റുന്നുള്ള രീതിക്കാട്ടോ ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് തന്നെ. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു റോഡ് സൈഡ് പിടിച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത്ര നമ്മുടെ കാലടി സ്റ്റേഷൻ നമ്മളൊരു നന്നായിട്ട് തന്നെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ഇതും പിടിച്ച് ഞാൻ പറഞ്ഞ ആ റെയിൽവേയുടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, അവിടെ ഒന്ന് പോവാം. അവിടെ നിന്നൊരു നല്ല വ്യൂ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ കൂടെ നടക്കണം തന്നെ തോന്നണം കേട്ടോ. അപ്പോൾ മെയിൻ റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ലൈൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും ആക്ച്വലി. ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ വന്ന് ഇറക്കി വിട്ടത് കേട്ടോ. നമ്മൾ ഇറക്കി വിട്ടത് ഇവിടെയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്കിത് നേരെ കാണുന്ന സ്റ്റേഷൻ തന്നെ കേട്ടോ, കാലടി സ്റ്റേഷൻ എന്ന് പറയണത്. നമ്മൾ ഈ റോഡിൽ നേരെ ഇങ്ങനെ പിടിച്ച് നടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു പാലം വരുന്ന ഒരു വഴി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ഭാഗം അവിടെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, ഒരു പൈപ്പ് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റൻഷൻ ആട്ടോ. അത് അവിടെ ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട് അവർ പൊളിച്ചിട്ട് സെപ്പറേറ്റഡ് ആക്കിയതാണ്. അത് പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിത് റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. നമ്മൾ റോട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു ചെറിയൊരു അണ്ടർ പാസേജ് പോലെ കണ്ടതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചോട്ടോ എന്താ ഉള്ളതെന്ന്. ഇത് നമ്മൾ ഇത്ര ദൂരം നടന്നു വന്ന റോഡാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ലെഫ്റ്റ് എടുത്ത് ഒരു അണ്ടർ പാസേജ് കണ്ടപ്പോൾ ഇങ്ങനെ വരാമെന്ന് വെച്ചാണ്. ഇതൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെ ചെയ്തിട്ടേക്കണം കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ആ റെയിൽ പാത കാണാം, അതിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇതൊരു ചെറിയൊരു അണ്ടർ പാസേജ് ഭയങ്കര ചെറുതാട്ടോ, ഒരു ബൈക്കിനൊക്കെ ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് വന്ന് കടന്നിരിക്കുക കേട്ടോ. ഇതും ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതും ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ നടന്നു വരണം, നമ്മളിങ്ങനെ വന്ന് കയറി അടിയിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നല്ല വീടാട്ടോ. ഇവിടെ നല്ലൊരു ബോഗെയിൻവില്ല ഫീൽഡിൽ കെട്ടി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നല്ല ഭംഗിയിലുള്ളൊരു സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഡെഡ് എൻഡ് പോലെയാണ് കാണുന്നത്. അവിടെ നിന്ന് വഴിയുണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു റൈറ്റ് ഉണ്ട്, പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞട്ടോ. ഈ എൻ്റെ വരെ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾക്ക് അറ്റത്തെത്തുമ്പോൾ ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. അതേ കാണുന്ന തന്നെ കേട്ടോ നമ്മുടെ മേൽപ്പാലം. ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇതിൻ്റെ മേലെ കൂടെ കയറാം കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ഇത് ആക്ച്വലി പറയാൻ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി ഇത് പ്രൈവറ്റ് അണ്ടറില്ല കേട്ടോ. കാരണം ഇതാണ് ആ പോകുന്ന മേൽപ്പാലത്തിനുള്ള വഴി. അപ്പോൾ നമ്മളിതിങ്ങനെ മേലേക്ക് കയറാം കേട്ടോ. ഇത് മേലേക്ക് കയറി എത്തുമ്പോൾ നമ്മുടെ മേൽപ്പാലം കാണാം. അയ്യോ ഒന്ന് സ്ലിപ്പായിപ്പോയി. അങ്ങനെ നമ്മുടെ മേൽപ്പാലം വന്നിരിക്കുക കേട്ടോ. റെയിൽവേ ലൈൻ്റെ അവിടെയായിട്ട് നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ കെട്ടി വെച്ചേക്കണം. ഇതാണ് ശരിക്കും നമ്മുടെ റെയിൽവേ ലൈൻ പോകേണ്ട ഒരു വഴി. ഇത് കണ്ടില്ലേ, പെരിയാർ റിവർ എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു റെയിൽവേ ലൈൻ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കാലടിയിൽ നിന്ന് ടുവേർഡ്സ് എന്താ പറയുക നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന ആ ലൈൻ്റെ ഒരു വലിയ പെരിയാർ മേൽപ്പാലം കേട്ടോ. സിംഗിൾ ലൈനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എനിക്ക് ഡബിൾ ലൈൻ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെന്തായാലും സിംഗിൾ ലൈനാണ്. അപ്പോൾ സിംഗിൾ ലൈൻ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ എനിക്ക് അവർക്ക് ആദ്യം കിട്ടിയിരുന്നത്. അതാട്ടോ നമ്മുടെ ആ കാലടി ഓവർബ്രിഡ്ജ് ആട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കാലടി ഓവർബ്രിഡ്ജാണ് അവിടെ കാണുന്നത്. നമുക്ക് ദൂരെ കാണാൻ പറ്റും വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറുതെ ഒരു പാലം എന്ന് വിചാരിക്കേണ്ട. ഇതാണ് ശബരിമലയിലെ പ്രപ്പോസലായിട്ടുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് കേട്ടോ. നമുക്ക് അതിൻ്റെ മേലേക്കും ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് പണിഞ്ഞിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ആ സൈഡിലായിട്ടാണ് നമ്മുടെ ശങ്കരമഠത്തിൻ്റെ
ഏരിയ ഒക്കെ വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിലായിട്ട്. ശങ്കരാചാര്യൻ്റെ മറ്റേ സ്ഥലത്തിൻ്റെ ഏരിയ ഒക്കെ അപ്പുറത്തെ സൈഡിലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിത് പതുക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സൈഡൊന്നും ആയിട്ടില്ല കേട്ടോ, ഈ സൈഡ് മാത്രമേ നമുക്കിങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് കണ്ടാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഓവർബ്രിഡ്ജിൻ്റെ സീനും കിട്ടും. ഇതാണ് നമ്മുടെ ഫുൾ പാലത്തിൻ്റെ ഒരു വ്യൂ. നമുക്ക് അപ്പം കിട്ടാത്ത ഒരു ഫ്ലൈറ്റ് സ്പോട്ടിങ് ഇത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുക കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല, പക്ഷെ അത് നമുക്ക് ഇപ്പോഴത്തെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് ലാൻഡ് ചെയ്ത് പോവാ കേട്ടോ നെടുമ്പാശ്ശേരിയിലേക്ക്. അതെന്തായാലും അടിപൊളിയായി. നമുക്ക് ഓവർബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫ്ലൈറ്റിന്. ഇത്ര അടുത്താട്ടോ നമ്മുടെ എയർപോർട്ടുള്ളത്. അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയ ചെറിയൊരു യാത്ര കേട്ടോ. നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മളും ആദ്യമായിട്ടാട്ടോ, ഞാനും ഒന്ന് ആദ്യമായിട്ട് കണ്ടു. ഈ ശബരിമല റെയിൽപാതയുടെ ഒരു മെയിൻ ലൈനാട്ടോ കാലടി. അങ്കമാലി ഫോർ കാലടി എന്ന് തുടങ്ങി കാലടി വഴി 14 ഹോൾട്ടിന് ശേഷം എരുമേലി ചെന്നെത്തുന്ന ഒരു ലൈനാണ്. അപ്പോൾ അതിൻ്റെ പണി ആക്ച്വലി ഒരു 8 കിലോമീറ്റർ ആയിട്ട് നമ്മുടെ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒന്ന് നിർത്തി വെച്ചിരിക്കുക കേട്ടോ. അവിടെ വരെ വന്നതോടെ അത് പരിപാടി ഒന്ന് ക്യാൻസലായി ആ ഒരു പ്രപ്പോസൽ. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ടൊന്നും പണിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തു. അവിടെ ആ റെയിൽവേ ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ രാവിലെ തുടങ്ങിയ യാത്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാലടി വന്നിറങ്ങി നമുക്ക് സ്റ്റേഷൻ പരിചയപ്പെടുത്തി തരാൻ പറ്റി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറേ നടന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പെരിയാർ കടന്നു പോകുന്ന ഈ കാലടി ആ ലൈനിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ശബരിമല പാതയുടെ ആ ഓവർബ്രിഡ്ജിൻ്റെ അവിടേക്ക് നമ്മൾ വന്നു. അതും കവർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഓവർബ്രിഡ്ജിൻ്റെ മേലെ തന്നെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് അത് നിങ്ങൾ എങ്ങനെ പോലും താഴെ രേഖപ്പെടുത്തണേ. ആ കമൻറ്റാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ ഫ്രം കാലടി.